അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്സ് അല്ലെങ്കിൽ EMT. ഞാൻ പഠിക്കുമ്പോൾ EMT എന്നായിരുന്നു സബ്ജക്റ്റിൻ്റെ പേര്. ഇപ്പോൾ K2 ബേസിസിൽ ഇത് ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്നാണ് പേര്, S6 ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. അപ്പം നോർമലി കോർഡിനേറ്റ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കോർഡിനേറ്റ് സിസ്റ്റംസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് എന്ന് പറയുന്ന റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നായിരിക്കും പഠിക്കുക. പക്ഷേ +2 നമ്മൾ പഠിച്ചിട്ടുണ്ടാവും റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. രണ്ടും സെയിം തന്നെയാണ്, സെയിം ആണ് ഉദ്ദേശിക്കുന്നത്. നെയിം രണ്ടെണ്ണം പറയുന്നതേ ഉള്ളൂ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ദെൻ ദ സെക്കൻഡ് വൺ സിലിണ്ട്രിക്കൽ സർക്കുലർ സിലിണ്ട്രിക്കൽ CCC എന്ന് പറയും. Circular cylindrical coordinate, that is CCC. Okay, cylindrical coordinate. And the third one is spherical coordinate system. അല്ലേ, spherical coordinate system. അപ്പോൾ നോർമലി എല്ലാവർക്കും തന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്താണ് എന്ന് അറിയുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് മെയിനായിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ്. എങ്ങനെ സിലിണ്ട്രിക്കലിനെ നമുക്ക് കാർട്ടീഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാർട്ടീഷ്യനെ എങ്ങനെ സിലിണ്ട്രിക്കലിലേക്ക് കൊണ്ടുവരാം, അതുപോലെ സ്പെറിക്കലിനെ എങ്ങനെ സിലിണ്ട്രിക്കലിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഈ കൺവേർഷനാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ സിലിണ്ട്രിക്കലാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്താണെന്ന് ജസ്റ്റ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസിക്കലി 3 ആക്സിസ് XYZ ആക്സിസ് ഞാനിതിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. XYZ 3 ആക്സിസ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൺസിഡർ എനി വെക്റ്റർ എ എന്നൊരു വെക്റ്റർ എടുത്തിട്ട് ഇതിനെ എങ്ങനെ കാർട്ടീഷ്യനിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ AX × AX plus AY × AY plus AZ × AZ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. Then the modulus or the magnitude of this vector is √AX² plus AY² plus AZ². അല്ലേ, AZ². Then unit vector A is equal to, യൂണിറ്റ് വെക്റ്റർ എന്താണ്, യൂണിറ്റ് വെക്റ്റർ is equal to modulus of A വെക്റ്റർ A ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് A. യൂണിറ്റ് വെക്റ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെക്റ്റർ A ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് A. അപ്പോൾ വെക്റ്റർ A എന്ന് പറഞ്ഞിട്ട് നമ്മൾ AX × AX plus AY × AY plus AZ × AZ ഡിവൈഡഡ് ബൈ ദ മോഡുലസ്. ഇനി എന്താണ് AX × AX എന്ന് പറയുന്നത്? ഈ AX എന്ന് പറയുന്ന X ആക്സിസിലെ കോർഡിനേറ്റ് ആണ് നമ്മൾ AX എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വരുന്ന വാല്യൂ ആണ്, ഇതിനൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ 2AX plus 3AY plus 5AZ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ AX, AY, AZ വാല്യൂസ് ഉണ്ടാവും. വാല്യൂസ് കൊടുത്തിട്ട് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഈ AX എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അത് X ആക്സിസിൽ വരുന്നതാണ്. AY എന്ന് പറയുമ്പോൾ അത് Yയിൽ വരുന്നതാണ്. Z എന്ന് പറയുമ്പോൾ അത് ZL വരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈവൻ ഏതെങ്കിലും ഒരു ടേം മിസ്സിംഗ് ആണെങ്കിൽ പോലും ഈ സ്മോൾ AX, AY, AZ കാരണം അത് ഏത് ആക്സിസിലാണെന്ന് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ എന്താണ് ഒരു വെക്റ്റർ കൺസിഡർ ചെയ്തു, അതെങ്ങനെ യൂണിറ്റ് വെക്റ്റർ പറഞ്ഞിട്ടുണ്ട്, മോഡുലസ് പറഞ്ഞിട്ടുണ്ട്. ഒരു വെക്റ്റർ കൺസിഡർ ചെയ്തിട്ട് അതെങ്ങനെയാണ് ഈ കോർഡിനേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നിട്ട് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും എന്ന് 2 പോയിന്റ്സ് ഉണ്ട്. അതും കൂടി പറയാം. അതും കൂടി പറഞ്ഞാലേ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡോട്ട് പ്രോഡക്റ്റ് എന്ന് ഞാൻ പറയുക. ഞാൻ 2 വെക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. വെക്റ്റർ A ഈസ് AX plus AY plus AZ and vector B is BX plus BY plus BZ. ഓക്കെ, ഇങ്ങനെ 2 വെക്ടേഴ്സ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഡോട്ട് പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? A.B ആണല്ലേ വേണ്ടത്. A.B നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത്. A.B എങ്ങനെ കണ്ടുപിടിക്കും വെച്ചാൽ ഡോട്ട് പ്രോഡക്റ്റ് പറയുന്നത് AX.AX is equal to 1, അല്ലെങ്കിൽ നിങ്ങൾ X.X IJK എന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്താ പറയുക, I.I is equal to 1, J.J is equal to 1 and K.K is equal to 1. XYZ എന്നല്ലേ നമ്മൾ IJK റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് IJK ഉള്ള പ്രോബ്ലംസ് ഉണ്ടാവും. I എന്ന് പറയുന്ന X കൊടുക്കുക, J എന്ന് പറയുന്ന Y കൊടുക്കുക ആൻഡ് K is Z എന്ന് അസൈൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ AX.AX is equal to 1, then AY.AY is equal to 1,
ആൻഡ് എ ഇസഡ് ഡോട്ട് എ ഇസഡ് ഇസ് ഈക്വൽ ടു 1. എങ്ങനെയാണ് എ ഡോട്ട് ബി എഴുതുന്നത് നോക്കിക്കോ. എ ഡോട്ട് ബി എഴുതുന്നത് എ എക്സ് ഡോട്ട് ബി എക്സ്, കാരണം എന്താണ് എ എക്സ് ഡോട്ട് എ എക്സ്, ഈ ചെറിയ എ എക്സ് വെക്ടേഴ്സ് എ എക്സ് ഡോട്ട് എ എക്സ് ഇസ് 1 ആണേ, പ്ലസ് എ വൈ ഡോട്ട് ബി വൈ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എ വൈ ഡോട്ട് ബി വൈ പ്ലസ് എ സെഡ് ഡോട്ട് ബി സെഡ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ മക്കളെ? ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന കൺസിഡർ 2 വെക്ടേഴ്സ് എ ബി എന്ന 2 വെക്ടേഴ്സ് കൺസിഡർ ചെയ്തു. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എ എക്സ് ഡോട്ട് ബി എക്സ് പ്ലസ് എ വൈ ഡോട്ട് ബി വൈ പ്ലസ് എ സെഡ് ഡോട്ട് ബി സെഡ്. കാരണം എ എക്സ് ഡോട്ട് എ എക്സ് 1 അല്ലെങ്കിൽ ഐ ഡോട്ട് ഐ ഈസ് ഈക്വൽ ടു 1, ജെ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 1 ആൻഡ് കെ ഡോട്ട് കെ ഈസ് ഈക്വൽ ടു 1. ഈവൻ എ വൈ ഡോട്ട് എ വൈ ഈക്വൽ ടു 1 അല്ലെങ്കിൽ എന്തായി എ ഇസഡ് ഡോട്ട് എ ഇസഡ് ഈസ് ഈക്വൽ ടു 1. ക്രോസ് വരുന്ന എല്ലാ ടേംസും 0 ആയിരിക്കും. ക്രോസ് വരുന്ന ടേംസ് ഇപ്പം ഞാൻ വേണേൽ എഴുതി വെക്കാം. എ എക്സ് ഡോട്ട് എ വൈ ഈസ് ഈക്വൽ ടു 0, എ എക്സ് ഡോട്ട് എ ഇസഡ് ഈസ് ഈക്വൽ ടു 0. ലൈക്ക് അതർവൈസ് ഓപ്പോസിറ്റ് വന്നാലും എ വൈ ഡോട്ട് എ ഇസഡ് 0, എ വൈ ഡോട്ട് എ എക്സ് 0, ദെൻ എ ഇസഡ് ഡോട്ട് എ എക്സ് 0, എ ഇസഡ് ഡോട്ട് എ വൈ ഈസ് ഓൾസോ 0. ഇതെല്ലാം സീറോസ് ആണ്, പക്ഷേ സെയിം ടേംസ് മാത്രമേ 1 വരത്തുള്ളൂ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ എഴുതിയിട്ടുള്ളത് ക്രോസ് പ്രോഡക്റ്റിന് 2 വെക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്, എ എന്ന വെക്ടറും ബി എന്ന വെക്ടറും. വേർ എ ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് എ വൈ പ്ലസ് എ ഇസഡ് ആൻഡ് ബി ഈസ് ബി എക്സ് പ്ലസ് ബി വൈ പ്ലസ് ബി ഇസഡ് എ ഇസഡ്. എഴുതിയല്ലോ. എ ക്രോസ് ബി എങ്ങനെ ചെയ്യുമെന്ന്. എ ക്രോസ് ബി ചെയ്യാൻ വേണ്ടി എ എക്സ് എ വൈ എ ഇസഡ്. ഓക്കെ, ഇനി എയുടെ എന്താ വരിക, എ എക്സ് ബി എക്സ്, എ വൈ ബി വൈ ആൻഡ് എ സെഡ് ബി സെഡ്. ഓക്കെ, ദെൻ ഡിറ്റർമിനൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാലോ, നോക്കിക്കോ. ദെൻ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ എ ബി. അതുപോലെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, എ ഡോട്ട് ബിയുടെ ഞാൻ എഴുതിയില്ലായിരുന്നു, മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി into cos theta AB. Okay, A cross B is modulus of A modulus of B sin theta AB and A dot B is modulus of A modulus of B cos theta AB. ഇങ്ങനെയാണ് നമ്മുടെ വെക്ടേഴ്സ് നമുക്ക് കിട്ടുന്നത്. ഇനിയാണ് നമ്മൾ ശരിക്കും പഠിക്കാൻ പോകുന്ന സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എക്സ് വൈ സെഡിന് 3 ആക്സിസ് ആണ് ഉള്ളത്. എങ്ങനെയാണ് ഒരു വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മോഡുലസ് എങ്ങനെ എടുക്കും, അതിനകത്ത് വരുന്ന യൂണിറ്റ് വെക്ടർ എന്താണെന്ന് പറഞ്ഞു. ദെൻ ഡോട്ട് പ്രോഡക്റ്റും പറഞ്ഞു, ക്രോസ് പ്രോഡക്റ്റും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ +2 മാത്സിൽ +1 +2 ആയിട്ട് വെക്ടർ പഠിക്കും. മാത്സിൽ 3 ഡയമെൻഷണൽ ജോമെട്രി, വെക്ടേഴ്സ് 1 വെക്ടർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് 4 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും +2-ന്. അതിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ ബിടെക്കിന് തന്നെ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും വെക്ടേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതായിരുന്നു. ഇത് മാത്രം മതി നമ്മുടെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അതിൽ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സർക്കുലർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, CCC എന്ന് പറയും, സർക്കുലർ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇവിടെ നമ്മുടെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം പറയുന്നത് പോലെ 3 ആക്സിസ് ആണ് അല്ലെങ്കിൽ 3 സർഫസ് ആണ് ഉള്ളത്. ഈ 3 സർഫസും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്, 90 ഡിഗ്രി മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അന്നേരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന അവിടെ നമ്മൾ XYZ എന്നല്ലേ പറയുക, റെക്റ്റാങ്കുലർ കോർഡിനേറ്റിൽ നമ്മൾ XYZ എന്ന് പറഞ്ഞു. പക്ഷേ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റോ, ഇതിനെ റോ എന്ന് പറയൂ കേട്ടോ, റോ 5Z. ഓക്കെ, ഇസഡ് ബി ദ സെയിം, ഇതിന് ചേഞ്ച് ഒന്നുമില്ല. തേർഡ് ആക്സിസ് എന്ന് പറയുന്നത് ഇസഡ് സെയിം തന്നെയാണ്. പക്ഷേ എക്സും വൈയും ആക്സിസ്, ഫസ്റ്റും സെക്കൻഡും ആക്സിസ് അല്ലെങ്കിൽ ഫസ്റ്റും സെക്കൻഡും സർഫസ് നമ്മൾ XY എന്ന റെക്റ്റാങ്കുലറിൽ എടുക്കുന്നത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലാകുമ്പോൾ നമ്മൾ റോ 5 എന്നാണ് എടുക്കുന്നത്. ഓക്കെ, റോ 5Z എന്നാണ് എടുക്കുക. ഇസഡ് ബി ദ സെയിം, ചേഞ്ച് ഒന്നുമില്ല, റെക്റ്റാങ്കുലർ കോർഡിനേറ്റിലുള്ളതുപോലെ സെയിം ഇസഡ് ആക്സിസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ആക്സിസും സെക്കൻഡ് ആക്സിസും നമ്മൾ റോ എന്നും 5 എന്നും പറയും. ഇനി എങ്ങനെയാണ് ഇതിനെ കൺവേർഷൻ, എങ്ങനെയാണ് ഇതിനെ കണക്ഷൻ? ഇപ്പോൾ റോനെ എങ്ങനെ എക്സ് ആക്കാം, അല്ലെ 5നെ എങ്ങനെ വൈ ആക്കാം, ഓറൽസ് എക്സിനെ എങ്ങനെ റോ ആക്കാം, വൈനെ എങ്ങനെ 5 ആക്കാം,
എന്ന് പറയാൻ പോവാ. അതിന് മുന്നേ ഞാനൊരു ഫിഗർ വരച്ചിട്ട് കാണിക്കാം. ആ ഫിഗർ നിങ്ങൾ വരച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഈസിയാണ്. ഞാനിവിടെ ഓൾറെഡി ഒരു ഫിഗർ വരച്ചിട്ടിട്ടുണ്ട്. ഞാനിത് ഒന്നുകൂടി വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനത് ആദ്യമേ വരച്ചു പോയി, അത് കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് വരയ്ക്കുന്നത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്ത് വെച്ചാൽ 3 ആക്സിസ് പ്ലോട്ട് ചെയ്തു. ഓക്കെ, എക്സ് വൈ ഇസഡ് എന്ന് 3 ആക്സിസ് പ്ലോട്ട് ചെയ്തു. 3 ആക്സിസ് പ്ലോട്ട് ചെയ്തിട്ട് എന്താ ചെയ്തേ വെച്ചാൽ ഈ എക്സ് ആക്സിസ് ഇൻക്ലൈൻഡ് ആയിട്ടാണല്ലോ കിടക്കുന്നത്. വൈ ഇസഡ് ആക്സിസിൽ ഞാനൊരു പോയിന്റ് പി കൺസിഡർ ചെയ്യുകയാണ്. ഈ പോയിന്റ് പിയിലേക്ക് ഞാൻ എല്ലാത്തുനിന്നും ഒരു കണക്ഷൻ കൊണ്ടുവന്നു. ഓക്കെ, വരച്ചു. ഈ പി എന്ന ആക്സിസിലേക്ക് ഞാൻ എല്ലാ ആക്സിസിൽ നിന്നും, എന്നിട്ട് ഈ പീനെ ഞാൻ ഒറിജിനിൽ നിന്നും കണക്ട് ചെയ്തു. ഓക്കെ, ഒറിജിനിൽ നിന്നും ഞാൻ പീനെ കണക്ട് ചെയ്തു. പീനെ കണക്ട് ചെയ്തിട്ട് ഇസഡ് ആക്സിസിൽ ഇപ്പോൾ പിയിലേക്ക് കണക്ഷൻ കൊണ്ടുവരുവാണല്ലോ. അപ്പോൾ ഇവിടെ ഇനി എന്താ പറയുന്നത്, ഈ ഒറിജിൻ എന്ന് പറയുന്ന ഓയും ഇസഡുമായിട്ടൊരു ആംഗിൾ, ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു 5. ഇസഡും ഈ പി പോയിന്റ് കണക്ട് ചെയ്ത ഒറിജിനുമായിട്ട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടായിരുന്നു 5. ഈ 5ക്ക് കറസ്പോണ്ടിങ് ഇസഡിൽ നിന്ന് ഞാൻ എന്ത് വരച്ചു, ഒരു എക്സ് റോയ്ക്ക് കറസ്പോണ്ടിങ് ഇതിനെ ഇവിടെ വരച്ചു, ഇവിടെയും വരച്ചു. എന്നിട്ട് ഇതെല്ലാം തന്നെ ഞാൻ പിയിലേക്ക് കണക്ട് ചെയ്യുവാണേ. ഇതെല്ലാം ഞാൻ പിയിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, നോക്കിക്കോ, ഞാൻ എല്ലാം പിയിലേക്ക് കണക്ട് ചെയ്തു. ഒരു പി എന്ന പോയിന്റ് ആ വൈ ഇസഡ് ആക്സിസിലൊരു പി കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിന് എല്ലാ ആക്സിസുമായിട്ട് കണക്ഷൻ കൊടുത്തു. കണക്ഷൻ കൊടുത്തപ്പോൾ ഇവിടെ ഒരു 5 ഉണ്ടായിരുന്നു. എക്സിന് കറസ്പോണ്ടിങ് എന്തായിരുന്നു, റോയാണ്. അപ്പോൾ ഇത്രയും വരുന്ന സാധനമാണ് നമുക്ക് എന്തെന്നറിയാം, 5 എന്ന് പറയുന്നത് അല്ലേ. ഇത്രയും വരുന്നത് 5 ആണ്. ഇത്രയും 5 ആണെങ്കിൽ ഈ കമ്പണന്റ് എന്തായിരിക്കും, ഈ കമ്പണന്റ് എന്തായിരിക്കും, ഇവിടെ 5 ആണല്ലോ വരച്ചേക്കുന്നത്. ആ കമ്പണൻസ് എന്താണെന്നറിയാൻ നിങ്ങൾ മെക്കാനിക്സിൽ റിസോൾവിങ് പഠിച്ചിട്ടില്ലേ ഫസ്റ്റ് ഇയർ. ഒരു തീറ്റയ്ക്ക് അഡ്ജസൻറ്റ് വരുന്ന കമ്പണന്റ് എന്ത് തന്നെയായിരിക്കും, കോസ് കമ്പണന്റ് ആയിരിക്കും ആണല്ലോ. വെർട്ടിക്കലി വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയും, സൈൻ കമ്പണന്റ് ആയിരിക്കും. എക്സിന് കറസ്പോണ്ടിങ് വരുന്ന കമ്പണന്റ് എന്താണ്, റോയാണ്. അപ്പോൾ അഡ്ജസൻ്റ് ആയിട്ട് ഇത് 5ക്ക് അഡ്ജസൻറ്റ് വരുന്നത് കൊണ്ട് ദിസ് കമ്പണന്റ് ബി റോ കോസ് 5 ആണല്ലോ. ആൻഡ് ദിസ് ഇസ് വെർട്ടിക്കൽ കമ്പണന്റ് ആയതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയാം, റോ സൈൻ 5 ആണേ. ഇത് സെറ്റ് തന്നെ. 3 ആക്സിസിന് പാരലൽ ആയിട്ടുള്ള കമ്പണൻസ് നോക്കിയേ. എക്സിന് കറസ്പോണ്ടിങ് നമുക്ക് റോ ആണെന്ന് അറിയായിരുന്നു. പക്ഷേ ഇത് വെറും റോ അല്ല, കാരണം ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ ഇത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. റിസോൾവ് ചെയ്തേ നമുക്ക് കറക്റ്റായിട്ട് ആക്സിസ് പറയാൻ പറ്റൂ. അങ്ങനെ റിസോൾവ് ചെയ്യുമ്പം ദിസ് കമ്പണന്റ് ബി റോ കോസ് 5 ആൻഡ് വൈക്ക് കറസ്പോണ്ടിങ് വരുന്ന എന്താണ്, റോ സൈൻ 5. ആൻഡ് ഇസഡ് എന്ന് പറയുന്നത് ഈ വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ഇസഡ് ആക്സിസിന് പാരലായിട്ട് നമുക്ക് പി എന്ന പോയിന്റിൽ ഇസഡ് തന്നെ ഉണ്ട് ആണേ. ഇതാണ് ഞാൻ പറഞ്ഞത്, എക്സ് എന്ന് പറയുന്ന കമ്പണന്റ്, വൈ എന്ന് പറയുന്ന കമ്പണന്റ്, ഇസഡ് എന്ന് പറയുന്ന കമ്പണന്റ്. പക്ഷേ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ നമുക്ക് എന്തും തന്നെ ഈക്വൽ ആണ്, ഇസഡ് ആക്സിസുകൾ തമ്മിൽ ഈക്വൽ ആണ് അല്ലേ. ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് ഇസഡ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ എക്സും വൈയും പറയുമ്പോൾ, നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എക്സും വൈയും പറയണമെങ്കിൽ എന്ത് പറയണം, റോ കോസ് 5 എന്ന് പറയണം. ഓക്കെ, ആൻഡ് വൈ എന്ന് പറയുന്നത് എന്തെന്ന് പറയണം, റോ സൈൻ 5 എന്ന് പറയണം. മനസ്സിലായോ? നമ്മുടെ ഇപ്പോൾ ഇത് ഞാൻ മായ്ക്കുവാണേ. നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ സർഫസുകൾ ഉണ്ട്, അല്ലെങ്കിൽ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ഉണ്ട്. ഈ ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പറയുന്ന പോലെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ വരുമ്പോൾ റോ 5z എന്നാണ് വരുന്നത്. ഇതിനെ നമ്മൾ XYZലേക്ക് മാറ്റണമെങ്കിൽ Z ബി ദ സെയിം, ഒരു ചേഞ്ചുമില്ല. Z എന്ന് പറയുന്നത് Z തന്നെയാണ്. പക്ഷേ റോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായി മാറും, X ആണ്. സിലിണ്ടറിക്കൽ മാറി റെക്റ്റാങ്കുലർ പറയുമ്പോൾ X ആണ്. 5 എന്ന് പറയുന്നത് നമ്മുടെ Y ആണ്. അപ്പോൾ XYZ എന്നുള്ള നമ്മുടെ എന്ത് കിട്ടി, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കിട്ടി. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അപ്പോൾ ഒരു സിസ്റ്റം കിട്ടിയാൽ നമുക്ക് മാക്സിമം പ്രോബ്ലം ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാർട്ടീഷ്യൻ തന്നെ നമ്മൾ ചൂസ് ചെയ്യും. പക്ഷേ അങ്ങനെ കാർട്ടീഷ്യൻ ചൂസ് ചെയ്യണമെങ്കിൽ സിലിണ്ടറിക്കലി കിടക്കുന്ന ഒരു സിസ്റ്റത്തിനെ കാർട്ടീഷ്യനിലേക്ക് കൊണ്ടുവരണ്ടേ, നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റണ്ടേ.
അങ്ങനെ മാറ്റിയാലല്ലേ നമുക്കിത് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതെങ്ങനെ മാറ്റും എന്നാണ് ഞാൻ ഈ പിക്ചറിൽ കൂടി പറഞ്ഞത്. ഇതെന്ന് പറയുന്ന കോൺസ്റ്റൻസ് തന്നെയാണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ആക്സിസുകൾ തന്നെയാണ്. അവരുടെ റിലേഷൻ പറഞ്ഞതാണ്. ഒരു പോയിന്റ് വൈ ഇസഡ് ആക്സിസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റിലേക്ക് എന്താ ചെയ്തേ? എക്സ് വൈ ഇസഡ് എന്നുള്ള 3 ആക്സിസുകൾ ഞാൻ കണക്ട് ചെയ്തു. അങ്ങനെ 3 ആക്സിസ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് വരുന്നത് റോയും, വൈക്ക് കറസ്പോണ്ടിങ് വരുന്നത് ഫൈയും, ഇസഡിന് കറസ്പോണ്ടിങ് വരുന്നത് ഇസഡുമാണ്. ആണല്ലോ, ഇത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് എക്സ് ആക്സിസുമായിട്ടൊരു ആംഗിൾ ഫൈ മേക്ക് ചെയ്തു ആണേ. അപ്പം ഈ ഫൈ ഇൻക്ലൈൻഡ് ആയിട്ട് കിടന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രൊജക്റ്റ് ചെയ്ത് നോർമൽ ആക്സിസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് റിസോൾവിങ്. അങ്ങനെ ഈ ഫൈനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നതാണ്. റിസോൾവ് ചെയ്യുമ്പോൾ തീറ്റയ്ക്ക് അഡ്ജസൻറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് കോസ് കമ്പണൻറ്റും വെർട്ടിക്കലി വരുന്ന കമ്പണൻറ്റിനെ നമ്മൾ സൈൻ കമ്പണൻ്റ് എന്ന് പറയും. റൈറ്റ് ആണല്ലോ. അപ്പോൾ ഈ റോയിൽ നിന്നുള്ള ഈ ഇൻക്ലൈൻഡ് ആയിട്ട് വന്ന ഈ കമ്പണൻറ്റ് റോ കോസ് ഫൈ തീറ്റയ്ക്ക് അഡ്ജസൻറ്റ് ആൻഡ് ദിസ് ബി ദ റോ സൈൻ ഫൈ. ഇസഡ് ബി ദ സെയിം പാരലൽ ആയിട്ട് ഇസഡ് സെയിം തന്നെയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്താ കിട്ടിയേക്കുന്നത് നോക്കിയോ? എക്സിന് കറസ്പോണ്ടിങ് എന്താ കിട്ടിയേക്കുന്നത്? റോ കോസ് ഫൈ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു റോ കോസ് ഫൈ. ഇത് വൈ ആണേ. ഈ വൈക്ക് കറസ്പോണ്ടിങ് എനിക്ക് എന്താ കിട്ടിയേക്കുന്നത്? റോ സൈൻ ഫൈ. ഇസഡ് ഇതല്ലേ, ഇതിന് കറസ്പോണ്ടിങ് എന്താണ് കിട്ടിയേക്കുന്നത്? ഇസഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ റെക്റ്റാങ്കുലറിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി റോ ഇൻറ്റു കോസ് ഫൈ ചെയ്താൽ എക്സ് കിട്ടും, റോ ഇൻറ്റു സൈൻ ഫൈ ചെയ്താൽ വൈ കിട്ടും. ഇസഡ് തന്നെയാണ് ദിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ നിന്ന് നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റിലേക്കുള്ള കൺവേർഷൻ, സിലിണ്ടറിക്കൽ ടു റെക്റ്റാങ്കുലർ കൺവേർഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെക്റ്റാങ്കുലറിനെ നമ്മൾ എങ്ങനെ സിലിണ്ടറിക്കൽ ആക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ എക്സ് വൈ ഇസഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ റോ ഫൈ ഇസഡ് ആക്കുന്നു. എഗെയിൻ ഇസഡ് ബി ദ സെയിം, ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. ഇസഡ് തന്നെയാണ്. റോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് ആക്സിസും വൈ ആക്സിസിൻ്റെയും സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റോ കിട്ടും. ഫൈ എന്ന് പറയുന്ന ആംഗിളാണ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. നിങ്ങളിത് പഠിച്ചിട്ടില്ലേ മക്കളെ? സ്ലോപ്പ്, മാത്സിൽ സ്ലോപ്പ് ഓഫ് ദ പെരാബോളയൊക്കെ പഠിച്ച ചാപ്റ്ററിലായിരിക്കും സ്ലോപ്പ് പഠിച്ചിട്ടില്ലേ? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഫൈ കാണുന്നത്. എന്താണ്? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് കഴിഞ്ഞാൽ നമുക്ക് ഫൈ കിട്ടും. അപ്പം നമ്മൾ എന്താ സിലിണ്ടറിക്കൽ ടു റെക്റ്റാങ്കുലറും റെക്റ്റാങ്കുലർ ടു സിലിണ്ടറിക്കലും പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ് ഉള്ളത്. പ്രോബ്ലംസ് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, അല്ല എങ്കിൽ ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് സ്പെറിക്കൽ കോർഡിനേറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് പറഞ്ഞത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് വൈ ഇസഡിന് 3 ആക്സിസ് വരച്ചു. അതിൽ വൈ ഇസഡ് ആക്സിസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റിലേക്ക് 3 ആക്സിസിൽ നിന്നും ഓരോ കണക്ഷൻസ് കൊണ്ടുവന്നു ആൻഡ് ഒറിജിനുമായിട്ട് കണക്ട് ചെയ്ത ലൈനും എക്സും തമ്മിലൊരു ഫൈ ആംഗിൾ ഉണ്ട്. ഈ ഫൈ കറസ്പോണ്ടിങ് നമുക്ക് ഇവിടെയും കിട്ടുന്നത് ഫൈ തന്നെയാണ്. അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്നത് കോസ് കമ്പണൻറ്റും, തീറ്റയ്ക്ക് അഡ്ജസൻ്റ് വരുന്നത് കോസ് കമ്പണൻറ്റും, വെർട്ടിക്കൽ വരുന്നത് സൈൻ കമ്പണൻറ്റും. സോ എക്സ് ആക്സിസിന് പാരലായിട്ട് എക്സ് എന്ന് പറയുന്ന റോ അല്ലേ, അപ്പോൾ എക്സിന് പാരലൽ വരുന്ന റോ ആയതുകൊണ്ട് ഇത് റോ കോസ് ഫൈ, ഇത് റിസോൾവ് ചെയ്തപ്പോൾ റോ സൈൻ ഫൈ. ആൻഡ് ഇസഡ് ബി ദ സെയിം പാരലൽ ലൈനായിട്ട് കിടക്കുന്നത് ഇസഡ് തന്നെയാണ്. അപ്പോൾ എക്സിന് പാരലായിട്ട് എക്സിലേക്ക് നമ്മൾ എന്താ സിലിണ്ടറിക്കലിനെ എക്സിലേക്ക് മാറ്റുമ്പോഴത്തേന് റെക്റ്റാങ്കുലർ മാറ്റുമ്പോൾ റോ കോസ് ഫൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. വൈക്ക് പാരലായിട്ട് കിടക്കുന്ന റോ സൈൻ ഫൈ ആണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ ആൻഡ് ഇസഡ് പാരലൽ ടു ഇസഡ്, ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ്. എഗെയിൻ ഇനി നമുക്ക് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി റോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദെൻ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്, ഇസഡ് ബി ദ സെയിം അല്ലേ. അപ്പം 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിൽ ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഈക്വൽ തന്നെയാണ്, സിമിലർ ആണ്. അപ്പോൾ ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇനി ഇതിൽ പ്രോബ്ലംസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒരു പ്രോബ്ലം ചെയ്യാം. ഇനി ഒരു ചെറിയ കോളം കൂടി എനിക്ക് പറയാനുണ്ട്, അതും കൂടി ഞാനൊന്ന് പറയട്ടെ. അപ്പം നോക്കിക്കോ, ഞാൻ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു വെക്റ്റർ എ എന്നൊരു വെക്റ്റർ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എ എക്സ് പ്ലസ് എ വൈ പ്ലസ് എ ഇസഡ് എന്നും
സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു വെക്ടർ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു എ റോ പ്ലസ് എ ഫൈ പ്ലസ് എ ഇസഡ്. ഇതിൽ നമുക്ക് എ റോ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് എ5 എന്താണെന്ന് അറിയില്ല, എ ഇസഡ് എന്താ അറിയില്ല. ഈ എ റോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ ഇത് മാത്രം നോക്കിക്കേ. എ റോ ഈസ് ഈക്വൽ ടു ചെയ്യാനുള്ളത് എ ഡോട്ട് എ റോയാണ്. ഓക്കെ, ഈ എ എന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. ഇപ്പം നമ്മൾ കൺവേർഷനാണ് പറയുന്നതും. എറോയിലോട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇപ്പോൾ എന്താണ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം കിടക്കുന്നതിനെ നമ്മൾ എങ്ങനെ സിലിണ്ട്രിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എറോ കിട്ടാൻ വേണ്ടിയിട്ട് എ ഡോട്ട് എന്ന് വെച്ചാൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ വെക്റ്റർ ഡോട്ട് എറോ. ദാറ്റ് ഈസ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ വെക്റ്റർ എന്താ വരിക? എ എക്സ് പ്ലസ് എ വൈ പ്ലസ് എ ഇസഡ് അല്ലേ? ദെൻ ഡോട്ട് എറോ അത് ഞാൻ ചെയ്തു. ഇതിൽ എ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അതിനെ എടുത്തിട്ട് എ എക്സ് യൂണിറ്റ് വെക്ടേഴ്സ് എ എക്സ് ഡോട്ട് ക്യാപ്പ് വരുന്നത് എറോ പ്ലസ് എ വൈ ഇൻറ്റു എ വൈ ഡോട്ട് എറോ പ്ലസ് എ ഇസഡ് ഇൻറ്റു എ ഇസഡ് ഡോട്ട് എറോ. ഓക്കെ, ഈ എ എക്സ് എടുത്തിട്ട് ഞാൻ മറ്റേ ക്രോസ് പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും പറഞ്ഞപ്പോൾ എ എക്സ് ഡോട്ട് എ എക്സ്, എ വൈ ഡോട്ട് എ വൈ, എ ഇസഡ് ഡോട്ട് എ ഇസഡ് എന്ന് പറഞ്ഞു. അതിപ്പോൾ നമ്മൾ ഡോട്ട് ചെയ്യുമ്പോൾ ഈ എ എക്സ്, എ വൈ, എ ഇസഡ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള വാല്യൂ, വൈ ആക്സിസിലുള്ള വാല്യൂ, ഇസഡ് ആക്സിസിലുള്ള വാല്യൂ ആണ്. അത് ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ സ്മോൾ ലെറ്റർ എ എക്സും എ വൈയും എ ഇസഡും ആണല്ലോ. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ സിലിണ്ട്രിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? എ എക്സ് ഇൻറ്റു സ്മോൾ എ എക്സ് ഡോട്ട് എറോയിലോട്ടല്ലേ മാറ്റണ്ടേ, സിലിണ്ട്രിക്കലിലേക്കല്ലേ മാറ്റണ്ടേ, ഡോട്ട് എറോ പ്ലസ് എ വൈ ഇൻറ്റു എ വൈ ഡോട്ട് എറോ പ്ലസ് എ ഇസഡ് ഇൻറ്റു എ ഇസഡ് ഡോട്ട് എറോ എന്ന് കിട്ടി ആണേ. ഇനി എ എക്സ് ഡോട്ട് എറോ എന്താ നമുക്ക് അറിയത്തില്ല, അതിനാണ് ഞാൻ ഇവിടെ ഒരു കോളം വരച്ചിട്ടേക്കുന്നത്. എറോ എ5 എ ഇസഡ് മേളിൽ എഴുതി, ഇവിടെ ഞാൻ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് എ എക്സ് എ വൈ എ ഇസഡ് എഴുതി. ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണേ, ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എ എക്സ് ഡോട്ട് എറോ ആണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. എ എക്സ് ഡോട്ട് എറോ ഈസ് ഈക്വൽ ടു കോസ് 5, എ എക്സ് ഡോട്ട് എ 5 ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ 5, എ എക്സ് ഡോട്ട് എ ഇസഡ് ഇസ് 0. ഓക്കെ, ദെൻ എ വൈ ഡോട്ട് എറോ ഈസ് സൈൻ 5, എ വൈ ഡോട്ട് എ 5 ഈസ് കോസ് 5, എ വൈ ഡോട്ട് എ ഇസഡ് ഇസ് 0. Again, AZ dot arrow is 0, AZ dot A5 is 0 and AZ dot AZ is 1. കാരണം Z is equal to Z അല്ലേ, രണ്ടും സെയിം ആക്സിസ് ആണല്ലോ, Z is equal to Z ആണല്ലോ. അന്നേരം ഇനി ഇവിടെ നോക്ക്, AX dot arrow എന്താണ്? cos 5 ആണ്. അപ്പം നമ്മൾ എങ്ങനെയാ ചെയ്യുക? AX cos 5, ഓക്കെ, AX cos 5 പ്ലസ് AY ഡോട്ട് എറോ എന്താണ്? സൈൻ 5 പ്ലസ് എ ഇസഡ് ഡോട്ട് എറോ എന്താണ്? 0 ആണ്. അപ്പോൾ അത് 0 ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് നമ്മുടെ എ റോ എന്നുള്ള എക്സിന് കറസ്പോണ്ടിങ് സിലിണ്ട്രിക്കലി വരുന്ന എ റോ എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഇത് 0 ആവും പോവും. അപ്പോൾ എ എക്സ് കോസ് 5 പ്ലസ് എ വൈ സൈൻ 5. റോ 5Z നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടോ, ക്വസ്റ്റനിൽ ഗിവൺ ആയിരിക്കും റോ 5Z. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ റോ കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? A5 കാണണം. A5ക്ക് എന്താ ചെയ്യേണ്ടത്? എ ഡോട്ട് അതിൻ്റെ വെക്റ്റർ A5, എ ഡോട്ട് A5 ആകുമ്പോൾ നമുക്ക് എഗെയിൻ എങ്ങനെ വരും? AX പ്ലസ് AY പ്ലസ് AZ ഡോട്ട് A5 ആണല്ലോ, ആണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ മക്കളെ, ഇങ്ങോട്ട് എഴുതുവാണേ. AX ഡോട്ട് A5 പ്ലസ് AY ഡോട്ട് A5 പ്ലസ് AZ ഡോട്ട് A5. ഓക്കെ, AX ഡോട്ട് A5 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ 5 ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? AX ഇൻറ്റു ദാറ്റ് ഈസ് മൈനസ് AX സൈൻ 5 എന്ന് എഴുതാം അല്ലേ. ദെൻ AY ഡോട്ട് A5 കോസ് 5 പ്ലസ് AY കോസ് 5 പ്ലസ് AZ ഡോട്ട് A5 0. അപ്പോൾ ആ ടേം ഇല്ല.
ഇതാണ് നമ്മുടെ എന്ത് കിട്ടുന്നത് A5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് A5. ഇതാണ് നമ്മുടെ A5 ടേം എന്ന് കിട്ടി. AZ റിമൈൻസ് ദ സെയിം. Z ആക്സസ് സെയിം ആയതുകൊണ്ട് AZ സെയിം ആണ്. അപ്പോൾ നമ്മൾ എറോയും കണ്ടുപിടിച്ചിട്ടുണ്ട്, A5യും കണ്ടുപിടിച്ചിട്ടുണ്ട്. സിലിണ്ടറിക്കല്ല അത്യാവശ്യം കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ഒരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റിലുള്ള ഒരു വെക്ടറും എഴുതി, സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലുള്ള ഒരു വെക്ടറും എഴുതി. എനിക്ക് ആക്ച്വലി വേണ്ടത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലേക്കായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ എങ്ങനെ സിലിണ്ടറിക്കലിലേക്ക് ആക്കും എന്ന് വെച്ചാൽ ഏറോ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, എ ഡോട്ട് ഏറോ, കാരണം റെക്റ്റാങ്കുലർ ആണ് തന്നിട്ടുള്ളത്, സിലിണ്ടറിക്കൽ കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഏറോ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ഏറോ. ഈ എ എന്ന് പറയുന്ന നമ്മുടെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ കംപ്ലീറ്റ് എഴുതി ഡോട്ട് ഏറോ എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ഡോട്ട് ഏറോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇനി എങ്ങനെയാണ് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക? ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് AX ഓഫ് AX ഡോട്ട് ഏറോ പ്ലസ് AY ഓഫ് AY ഡോട്ട് ഏറോ പ്ലസ് AZ ഓഫ് AZ ഡോട്ട് ഏറോ. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. കോസ് ഫൈ ആണ്, ഇത് സൈൻ ഫൈ ആണ്, ഇത് സൈൻ ഫൈ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കിട്ടി. അതുപോലെ A5 ചെയ്തപ്പോൾ A ഡോട്ട് A5 എന്ന് പറയുന്ന AX പ്ലസ് AY പ്ലസ് AZ ഡോട്ട് A5. അതിൽ എന്താ AX ഡോട്ട് A5 മൈനസ് സൈൻ ഫൈയും AY ഡോട്ട് A5 കോസ് ഫൈയും AZ ഡോട്ട് A5 സീറോയും. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തും കിട്ടി, A5യും കിട്ടി. AZ സെയിം തന്നെയല്ലേ, സെയിം ആയതുകൊണ്ട് രണ്ടും ആക്സസ് സെയിം ആയതുകൊണ്ട് AZ റിമൈൻസ് ദ സെയിം തന്നെയാണ്. അപ്പോൾ ഈ 3 വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മളൊരു റെക്റ്റാങ്കുലറിൽ ഒരു വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സിലിണ്ടറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഞാനൊരു പ്രോബ്ലം ചെയ്തിടാട്ടോ, 1-2 പ്രോബ്ലംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കാം. നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സിന് എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും സബ്ജക്ട്സ് വേണമെങ്കിൽ അതെനിക്ക് സജസ്റ്റ് ചെയ്യുക. ഒരു കുട്ടി ദേവപ്രസാദ് അങ്ങനെ എന്തോ ഒരു കുട്ടി എനിക്ക് പവർ സിസ്റ്റം ചെയ്യുമോ മിസ് എന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പവർ സിസ്റ്റം വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫ്രണ്ട്സിന് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.